നമ്മുടെ പ്രതിയോഗി എന്ന് പറയുന്നത് ഈ നിങ്ങൾ വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല. അവൻ പണ്ട് വലിയ സംഭവം ആയിരുന്നു. അവന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് ദൈവത്തിന് മുമ്പിൽ നഗ്നത മറയ്ക്കുന്ന കാല് മറയ്ക്കാൻ, 2 കൊണ്ട് തേജസ്സുള്ള മുഖത്ത് നോക്കാൻ കഴിയുന്ന മുഖം മറയ്ക്കാൻ, 2 പറക്കാൻ. തമ്പുരാൻ ഒറ്റ വെട്ടിന് 6 ചിറകും അരിഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗിക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു, ഇപ്പൊ ചിറകില്ല. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നീ അവനെ അങ്ങ് ഒത്തിരി പേടിക്കരുത്. അവന്റെ ചിറക് തമ്പുരാൻ വെട്ടിയതാ. ഹല്ലേലൂയ. വെട്ടേക്കുന്നതിന് മുമ്പ് അവനൊരു പേരുണ്ടായിരുന്നു. ആ പേര് അരുണോദയ പുത്രനായ ശുക്ര, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെയായിരുന്നു. വെട്ടേറ്റപ്പോ പേര് മാറി, വെട്ടേറ്റ് വീണവൻ. സ്തോത്രം പറയണം. നീ പുച്ഛത്തോടെ പറ, നിന്റെ പ്രതിയോഗി വെട്ടേറ്റ് വീണവനാ. ഹല്ലേലൂയ. സഭയ്ക്കെതിരെ നിൽക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ വെട്ടേറ്റ് വീണവനാ. ഈ രാത്രി അവനെ അല്ല പേടിക്കേണ്ടത്, അവനെ വെട്ടാൻ കരുത്തുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പറന്നു പൊങ്ങി ഈയലൊക്കെ ചിറകെല്ലാം കൂടെ പോകുമ്പോൾ നിലത്തൂടെ നിന്ന് ഈ ചെതിലെഴുന്നവരെ എഴുന്നേ കണ്ടിട്ടില്ലേ? അതുപോലെ ചിറക് പോയപ്പോൾ പറക്കുന്നവൻ എഴഞ്ഞു. ഇന്ന് രാത്രിയിലും അവൻ എഴുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എഴുന്നവൻ്റെ ഒരു പ്രത്യേകത, അവന് പ്രത്യേകിച്ച് ഷട്ടറിട്ട വാതിലൊന്നും വേണ്ട. മൊത്തം ഫെൻസിങ് കെട്ടി ഗേറ്റ് ഇട്ടാലും അവൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറും. ആവർത്തിച്ച് ഈ പുസ്തകം എഴുതി അവൻ നുഴഞ്ഞു കയറുമെന്ന. ഹലോ, പ്രൈസ് ദി ലോർഡ്. അവൻ വീണപ്പോൾ ഉണ്ടായ സംഭവം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വെട്ടേറ്റ് അവൻ വീണ വീഴ്ചയിൽ ഈ ഭൂമി താണുപോയി. മനുഷ്യന് പാർപ്പാൻ ദൈവം ഉണ്ടാക്കിയ മനോഹരമായ ദൈവപുത്രന്മാർ കണ്ട് ആർത്തുല്ലസിച്ച ഈ ഭൂമി താണുപോയി. ഉണ്ടായിരുന്നെല്ലാം പാഴായിപ്പോയി, ശൂന്യമായി പോയി. വെള്ളത്തിന്മീതെ വെള്ളം മൂടിപ്പോയി, ഇരുളതിന്റെ മീതെ വന്നു. ഒരു വീട്ടിൽ ഇവൻ വീണാൽ, ഒരു വ്യക്തിയിൽ ഇവൻ വീണാൽ, ഒരു കുടുംബത്തിൽ വീണാൽ ആ കുടുംബം പാഴാകും, ആ തലമുറ പാഴാകും. ഇന്ന് രാത്രി ആത്മാവ് നീ അവനെ വെട്ടണം. ഹല്ലേലൂയ. നിനക്ക് അഭിഷേകം തന്നിരിക്കുന്നത് പാഴാക്കുന്ന, ശൂന്യമാക്കുന്ന വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിന്റെ കരുത്തോടെ ജയിക്കാനുള്ള ദൈവകൃപ.